ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് റോസ്മേരി വാട്ടർ. അപ്പോൾ എവിടെ നോക്കിയാലും റോസ്മേരി വാട്ടർ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ പാത്രത്തിൽ ഇത്ര അളവ് വെള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വെള്ളം തിളപ്പിക്കണം, എന്നിട്ടാണ് നമ്മൾ റോസ്മേരി ലീവ്സ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണമോ അത്രയും വെള്ളം നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് 2 സ്പൂൺ റോസ്മേരിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പാത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും. 2 സ്പൂൺ റോസ്മേരി മതി. അത്യാവശ്യം വെള്ളത്തിൽ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ വെള്ളം തിളച്ച ശേഷമാണ് നമ്മൾ റോസ്മേരി ഇടേണ്ടത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ റോസ്മേരി വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ വേണം റോസ്മേരി ഇടാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് തിളച്ച് ഇതിൻ്റെ എഫക്റ്റ് വെള്ളത്തിലേക്ക് ആവും തോറും ഇതിങ്ങനെ അലുത്തലുത്ത് വന്ന പോലെ കാണാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ കളർ ചേഞ്ചിങ് ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ റോസ്മേരി റെഡിയാന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഹെയറിലുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണമുള്ള ഹെയർ ലോസ് വളരെ നന്നായിട്ട് ഇത് കുറക്കും. എന്നിട്ട് പുതിയ ബേബി ഹെയർസ് വളരാൻ റോസ്മേരി വളരെ നന്നായിട്ട് സഹായിക്കും. പിന്നെ ഹെയറിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ, ഹെയർ ഫോളിക്കിൾസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഹെയറിലുള്ള ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ ഇൻഫ്ലമേഷൻ, സ്കാൽപ്പിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ നന്നായിട്ട് ഡിക്രീസ് ചെയ്യിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും അഡ്വാൻറ്റേജ് മാത്രമല്ലാതെ ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അതുപോലെ തന്നെ റോസ്മേരിക്കും ഉണ്ട്. പക്ഷേ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് അല്ല. നമുക്ക് ജസ്റ്റ് സ്കിന്നിന് പരമായി ശ്രദ്ധിക്കേണ്ട ഡിസഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ അലർജി ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നന്നായിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഹെയറിലിടാനായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഉള്ളത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന വുമൻസ് അവരുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിനുള്ള നന്നായിട്ട് ഹെയർ ചെയ്യും. നരച്ച മുടിയുള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പൊ അവരോട് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ചില പിള്ളേർക്ക് നര വരാം. അങ്ങനെയുള്ളവർക്ക് നല്ല പോലെ ഹെയർ ഡാർക്കൻ ആവും. പിന്നെ മുടി കളർ ചെയ്തവർക്ക് പിന്നെ തിരിച്ച് ഹെയർ ഡാർക്കനിങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ. അത്ര വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പിന്നെ ഇത് റോസ്മേരി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ അകത്തുള്ള അതായത് അതിൻ്റെ അകത്തുള്ള ആ എഫക്ട്സ് വെള്ളത്തിലേക്ക് വരുമ്പോഴാണ് ആ കളർ ചേഞ്ച് ആവുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം കുറക്കുക. അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഈ ലീവ്സ് നമ്മൾ അരിച്ചെടുക്കുന്ന ലീവ്സ് കുറച്ച് നേരം വേണേൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് അരിച്ചു കഴിഞ്ഞ ശേഷം ഇത് ആറിയിട്ട് മാത്രമേ നമ്മൾ ഒരു ബോട്ടിലേക്കോ സ്പ്രേ ബോട്ടിലേക്കോ മാറ്റാൻ പാടുള്ളൂ. നന്നായിട്ട് ആറി ഒരു ചൂട് പോലും ഉണ്ടാവരുത്. എന്നിട്ട് വേണം നമ്മളിത് ഒരു ബോട്ടിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ സ്കാൽപ്പ് ഡാമേജ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പം ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെറുതും എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ബോട്ടിൽ. ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സ്പ്രേയുടെ ബോട്ടിലാണ് യൂസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾ എന്തോരം ക്വാണ്ടിറ്റി എടുക്കുക നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടിൽ എടുക്കുക. ഹലോ ഗായ്സ്, അപ്പോൾ ഈ റോസ്മേരി വാട്ടർ എന്നിൽ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയറിൽ കാണാം, ഹെയർ നന്നായിട്ട് തിൻ ചെയ്യുന്നുണ്ട്, ഹെയർ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിലൊക്കെ നല്ല ഹെയർ ലോസ് എടുത്ത് കാണും. മുടി കെട്ടുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിലും നന്നായിട്ട് ഹെയർ ലോസ് കാണാം. പിന്നെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു
റോസ്മേരി യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നാളായിട്ടില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരിടക്ക് സ്റ്റോപ്പ് അയച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ രണ്ടാമത് റോസ്മേരി ഉണ്ടാക്കിയാണ്. അപ്പോൾ അലർജി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ കയ്യിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് നോക്കാവുന്നതാണ്. വല്ല ഇച്ചിങ്ങോ ഇറിറ്റേഷനോ റെഡ്നെസ്സോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ കയ്യിലല്ലാതെ നിങ്ങൾക്ക് ഹെയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാത്രം വേണമെങ്കിൽ, അലർജി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്തായിട്ട് മാത്രം ചെയ്ത് നോക്കാവുന്നതാണ്. 2-3 ദിവസം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹെയറിൻ്റെ സൈഡിലായിട്ടൊക്കെ റൂട്ട്സിൽ മാത്രം, ഹെയറിൽ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, റൂട്ട്സിൽ മാത്രമായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. എൻ്റെ മുഖത്തൊക്കെ വീഴുന്നുണ്ട്, അത് ഒഴിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നന്നായിട്ട് സ്പ്രേ ചെയ്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നൈറ്റ് ടൈമിലാണ് അത് ഏറ്റവും ബെനിഫിറ്റ്സ് തരുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഹെയർ ടൈ ചെയ്യാറ് അതുപോലെ ടൈ ചെയ്തിട്ട് കിടക്കുക. അപ്പോഴാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് കിട്ടുക. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ കിടക്കാൻ. അല്ലാതെ നിങ്ങൾ രാവിലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ ചെയ്യണ അത്ര ബെറ്റർ അല്ല. നൈറ്റ് ടൈമിൽ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെയറിന് നല്ലൊരു ഓയിൽ മസാജിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. കുറേ പ്രഷർ കൊടുക്കരുത്, ഒരു സ്ലോലി ഒരു ജെന്റിൽ രീതിയിൽ മസാജ് ചെയ്യുക. അപ്പോൾ നമ്മൾ റോസ്മേരി വാട്ടർ ഇട്ട ശേഷം ഒരു ജനറൽ മസാജ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം ഏത് കോമ്പാണ് യൂസ് ചെയ്യുന്നത് ആ കോമ്പ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മുടി വാരുന്നതിൻ്റെ കൂടെ ആ കോമ്പ് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ചിലർക്ക് ഡാൻഡ്രഫ് ഉണ്ടാകാം, അങ്ങനത്തെ പല പ്രോബ്ലംസ് ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് അല്ലാത്തവർക്കും ചെയ്യാം. ആ കോമ്പ് കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഡാൻഡ്രഫ് പയ്യെ സ്കാൽപ്പിൽ നിന്ന് ഇളകും. അങ്ങനെയാണ് ഡാൻഡ്രഫ് റിഡ് ഓഫ് ചെയ്യുന്നത്. ഇങ്ങനെ വളരെ ജെന്റിൽ രീതിയിൽ ചെയ്യാം. മുടി പറിച്ച് കളയുന്ന രീതിയിൽ ചെയ്യരുത്. ഇങ്ങനെ ജെന്റിലായിട്ട് ചെയ്യുക, ചടയൊക്കെ കളയുക. എന്നിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിലല്ല റോസ്മേരി വാട്ടർ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഇട്ടു മസാജ് ചെയ്ത് നമ്മൾ എങ്ങനെ കെട്ടി വെക്കുമെന്നാണ്. നിങ്ങളൊരു ബുഷ് എടുത്തിട്ട് നല്ലപോലെ ചടകൾ നിങ്ങളുടെ വാരിയിട്ട് കെട്ടരുത്. അങ്ങനെ കെട്ടിയാൽ കൂടുതൽ മുടി പോകത്തേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ ഹെയറിന് കൊടുക്കാൻ ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഹെയറിന് പാകത്തിനുള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് പോക്കത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യുക. അത് മാത്രം മതി. ഹെയറിന് നല്ലൊരു റിലാക്സേഷൻ വേണം. ബുഷ് കെട്ടിയാൽ ഉള്ള മുടി കൂടെ പോവും. ഓക്കെ, എന്നിട്ട് ഇതിട്ടിട്ട് കിടന്നുറങ്ങുക. ഇപ്പം തന്നെ ഹെയർ വാട്ടർ നന്നായിട്ട് വലിയുന്നത് കാണാം. നിങ്ങൾ നല്ലൊരു സ്ലീപ്പ് കൊടുക്കുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Like, share and subscribe guys.